കർത്താവിൻ്റെ പുരോഹിതരെന്ന നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന നിങ്ങൾ അറിയപ്പെടും. ഏശയ്യ 61:6. കിഴക്കൻ ഫ്രാൻസിലെ ആഴ്സ് എന്ന ഗ്രാമത്തിലെ ജനങ്ങളെ ആത്മീയ അഭിഷേകം കൊണ്ട് കീഴ്മേൽ മറിച്ച വൈദികരുടെ മധ്യസ്ഥനായി ദൈവം കയ്യൊപ്പ് ചാർത്തി ഉയർത്തിയ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതം ദൈവശുശ്രൂഷയ്ക്കായി ഇറങ്ങുന്ന ഓരോ അഭിഷിക്തർക്കും പ്രചോദനമാണ്. തൻ്റെ സെമിനാരി പഠനകാലത്തും പിന്നീടും ഐക്യക്കുറവാണെന്ന മുദ്ര കുത്തപ്പെട്ടിരുന്നുവെങ്കിലും ദൈവം കനിഞ്ഞു നൽകിയ മഹത്തായ SQ സ്പിരിച്വൽ കോഷ്യന്റ് അനേകം ആത്മാക്കളെ ഈശോയ്ക്കായി നേടുവാൻ ഇദ്ദേഹത്തിന് തുണയായി. DJ പാർട്ടിയും ഡാൻസും ലഹരിയുമായി ജീവിച്ച ആർസിലെ ജനങ്ങളെ കർത്താവിൻ്റെ ലഹരിയിലേക്ക് ഉയർത്തുന്നതിൽ 100% വിജയിച്ച വിയാനിയച്ചൻ ആ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വിസ്മയമായി. തണുപ്പ് കാലത്ത് 12 മണിക്കൂറും മറ്റു കാലങ്ങളിൽ 18 മണിക്കൂറുകളും കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച വിശുദ്ധ വിയാനി ഇദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമവും പ്രാർത്ഥനയും പരഹൃദയജ്ഞാനവും ആഴ്സിനെ അനുതാപ കേന്ദ്രമാക്കി. ആരാണ് ഒരു പുരോഹിതൻ? ആരെയും സ്വന്തമാക്കാതെ, ആരുടെയും സ്വന്തമാകാതെ, എല്ലാവർക്കും എല്ലാമായി മാറി, ദൈവത്തെ ചങ്കോട് ചേർത്ത് ദൈവത്തിൻ്റെ ചങ്കായി മാറി ദൈവജനത്തെ ദൈവത്തിലേക്ക് ഉയർത്തുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തുയർത്തുന്ന തമ്പുരാൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ അഭിഷിക്തനാണ് ഓരോ പുരോഹിതനും. അഭിഷിക്തരും സമർപ്പിതരും ഏറെ വിമർശിക്കപ്പെടുന്ന, അവരുടെ അപജയങ്ങളെ ആഘോഷമാക്കി മാറ്റുവാൻ വെമ്പൽ കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ അഭിഷിക്ത ജീവിതം ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു വെല്ലുവിളിയാണ്. പ്രശസ്തമായൊരു ബ്രാൻഡിൻ്റെ പരസ്യവാചകം ഇങ്ങനെയാണ്: ഉയരങ്ങളിലേക്ക് പോകുന്തോറും തേയിലയ്ക്ക് സ്വാദേറുമല്ലേ എന്നതുപോലെ വിമർശനങ്ങൾ ഏറുന്തോറും അഭിഷിക്ത ജീവിതത്തിൻ്റെ മാറ്റു കൂടുകയേ ഉള്ളൂ എന്ന് തിരിച്ചറിയണം. പുഴയുടെ വീട് എന്ന തൻ്റെ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് വാരിയത്തച്ഛൻ ഇങ്ങനെ കുറിച്ചിട്ടും: ഒരുവനെ ദൈവത്തിൻ്റെ ഉണർവിലേക്ക് ഉണർത്തുവാൻ കഴിയുന്നിടത്തോളം പുരോഹിതന് പ്രസക്തിയുണ്ട്. പള്ളിയിലെ കരുണയിലേക്ക് ഒരാളെയെങ്കിലും ക്ഷണിക്കുവാൻ ഒരു മണിയെങ്കിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം പള്ളിമുറ്റത്തിനും പ്രസക്തിയുണ്ട്. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ആത്മീയ നിയന്താക്കളുമായുള്ള കൂടിക്കാഴ്ചയിലൂടെയും 1.5 പതിറ്റാണ്ടുകാലം സെമിനാരി പരിശീലനത്തിൽ ഏർപ്പെടുന്ന വൈദിക വിദ്യാർത്ഥി ഹൃദയത്തിൽ എന്നും കാത്തുസൂക്ഷിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. കർത്താവിൻ്റെ പുരോഹിതനായി കാസയും പിലാസയും കരങ്ങളിലേന്തി തിരുവൾത്താരയിൽ നിന്ന് ദൈവമേ നിനക്കായി മാത്രം എന്ന ബോധ്യത്തോടെ ഉരുകുന്ന മനസ്സോടെ ദൈവത്തിനർപ്പിക്കുന്ന ദിവ്യബലിയെക്കുറിച്ചുള്ള, ജീവിത ബലിയെക്കുറിച്ചുള്ള സ്വപ്നമാണത്. കർത്താവ് പേര് ചൊല്ലി വിളിച്ച് വ്യത്യസ്തമായ കഴിവുകളും കൃപകളും നിറഞ്ഞ ഇവർക്കായി പ്രാർത്ഥിച്ച് ഇവരെ ബലപ്പെടുത്തുവാനുള്ള കടമ ദൈവജനം ചങ്കിലേറ്റണം. അപ്പോൾ വിശുദ്ധ ജോൺ വിയാനിയെപ്പോലെ നിരവധി അനുഗ്രഹീത ജന്മങ്ങളെ ദൈവം തിരുസഭയ്ക്ക് സമ്മാനിക്കും. സാക്ഷ്യപേടകത്തിന് മുന്നിൽ വെച്ച് പുരോഹിതനായ അഹ്റോൻ്റെ വടി പൂത്തു തളിർത്ത് ബദാം ഫലങ്ങൾ കായ്ച്ചു നിന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഭജനമിരിക്കുന്ന ഓരോ അഭിഷിക്തൻ്റെ ജീവിതവും പൂത്തു തളിർത്ത് അനേകർക്ക് അനുഗ്രഹമായി തീരും എന്നതിൽ സംശയമില്ല. വേദനകളിൽ ഓടിച്ചെല്ലുവാൻ ഒരു വിശുദ്ധ സക്രാരിയും, ചേർത്ത് പിടിച്ചു കണ്ണീരൊഴുക്കുവാൻ ഒരു ക്രൂശിത രൂപവും, കരങ്ങളിൽ എടുക്കുവാൻ ഒരു വിശുദ്ധ ഗ്രന്ഥവും ജപമാലയും ഉള്ളിടത്തോളം ഓരോ വൈദികൻ്റെയും ജീവിതം ധന്യമാണ്. ഇന്നെനിക്ക് 2 കത്തുകൾ ലഭിച്ചു. ഒന്ന് എന്നെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ളത്, മറ്റൊന്ന് എന്നെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ളത്. ആദ്യത്തെ കത്ത് എൻ്റെ മൂല്യം കൂട്ടിയില്ല, രണ്ടാമത്തേതാകട്ടെ എൻ്റെ മഹത്വം കുറച്ചുമില്ല എന്നു പറഞ്ഞ വിശുദ്ധനായ വിയാനിയച്ചനെ പോലെ പ്രശംസകളിൽ അപ്പൂപ്പൻ താടിയായി പോകാതെ, വിമർശനങ്ങളിൽ വീണപൂവാകാതെ, പ്രസന്നതയോടെ പ്രശാന്തതയോടെ കർത്താവിലേക്ക് മിഴിനട്ട് പരിലസിക്കുന്ന സൺഫ്ലവറിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഓരോ അഭിഷിക്തർക്കും ആവശ്യം. അപ്പോൾ വൈബ് ആയ കർത്താവിൻ്റെ വൈബ് സ്വന്തം ജീവിതത്തിലും അനേകരുടെ ജീവിതങ്ങളിലും അഭിഷേകമായി മാറും. ഇടയവഴിയിൽ 5 പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കുക.
അവിടെ ഇന്നും കത്തി നിൽക്കുന്നത് നിറഞ്ഞ സംതൃപ്തിയുടെ വെളിച്ചം മാത്രം. കാരണം ഓടിത്തേഞ്ഞ പാദങ്ങളുമായി ഇവർ നിൽക്കുമ്പോഴും അനേകം ജീവിതങ്ങൾക്ക് വെട്ടമായി മാറിയതിൻ്റെ ആത്മനിർവൃതിയാണത്. അനേകരെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തരായ ഏവർക്കും, അഭിവന്യ പിതാക്കന്മാർക്കും വന്യരായ എല്ലാ വൈദികർക്കും ഈ അനുഗ്രഹീത ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നിറഞ്ഞ മനസ്സോടെ നേരുന്നു. പ്രത്യാശയുടെ തീർത്ഥാടനം തുടരുക. ശുഭയാത്ര.